ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 169 ഇരണിയൽ ചെല്ലപ്പൻ്റെ പ്രതിജ്ഞ. ഭാഗം 169 ഇരണിയൽ ചെല്ലപ്പൻ്റെ പ്രതിജ്ഞ ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ ഒരു ദിവസം അരുവിപ്പുറത്ത് വിശ്രമിക്കുമ്പോൾ സമീപവാസിയായിരുന്ന നാണിയാശാനും മകൻ രാമനും, അതായത് രാമപ്പണിക്കർ, അവിടേക്ക് വന്നു. ഗുരുദേവന് വലിയ ഇഷ്ടമായിരുന്ന ചൈനാലിപ്പഴത്തിൻ്റെ ഒരു കുല കൂടി അവരപ്പോൾ സമർപ്പിക്കുകയുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ പിൽക്കാലത്ത് പ്രശസ്ത നാഗസ്വര വിദ്വാനായി തീർന്നിരുന്ന ഇരണിയൽ ചെല്ലപ്പൻ നാഗസ്വര വിദ്വാനായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മാവൻ മാടസ്വാമിയെയും കൂട്ടി ഗുരുദേവൻ്റെ അടുക്കലെത്തി. മാടസ്വാമിക്ക് അക്കാലത്ത് ബുദ്ധിഭ്രമത്തിൻ്റെ അസുഖമുണ്ടായിരുന്നു. ധാരാളം ചികിത്സകൾ നടത്തിയിട്ടും ഫലം കാണാതിരുന്നതിനാലാണ് ഗുരുദേവൻ്റെ അടുക്കൽ അപ്പോൾ കൊണ്ടുവന്നിരുന്നത്. അവരുടെ സങ്കടമെല്ലാം കേട്ടറിഞ്ഞ ഗുരുദേവൻ നാണിയാശാൻ സമർപ്പിച്ചിരുന്ന ചൈനാലിക്കുലയിൽ നിന്നും ഒരു പഴമെടുത്ത് മാടസ്വാമിക്ക് കൊടുത്തു. പഴം കഴിച്ചിട്ട് സമാധാനത്തോടെ മടങ്ങിപ്പോകാമല്ലോ ഗുരുദേവൻ കൽപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മാടസ്വാമിയുടെ ബുദ്ധിഭ്രമത്തിന് നല്ല കുറവുണ്ടായി. അതോടെ ഇരണിയിൽ കുടുംബക്കാർക്ക് ഗുരുദേവനിൽ വലിയ ഭക്തിയും വിശ്വാസവും ഉണ്ടായി. രോഗവിമുക്തനായി തീർന്ന മാടസ്വാമി പിന്നീട് തൻ്റെ അനന്തരവനായിരുന്ന ചെല്ലപ്പനെ നാഗസ്വരം വായിക്കുവാൻ പരിശീലിപ്പിച്ചു. ചെല്ലപ്പൻ ആ വിദ്യയിൽ മിടുക്കനും സമർത്ഥനുമായി തീർന്നു. ഒരു ദിവസം മാടസ്വാമി ചെല്ലപ്പനെയും കൂട്ടി അരുവിപ്പുറത്തെത്തി. അവരുടെ ആഗ്രഹപ്രകാരം നാഗസ്വര വായനയ്ക്കുള്ള കുഴൽ ഗുരുദേവനിൽ നിന്നും ചെല്ലപ്പൻ ഏറ്റുവാങ്ങി. ഗുരുദേവനെ നമസ്കരിച്ച ശേഷം ചെല്ലപ്പൻ ഗുരുസന്നിധിയിൽ വെച്ച് തന്നെ അന്ന് നല്ലൊരു വായന നടത്തുകയും ചെയ്തു. കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഗുരുദേവൻ ചെല്ലപ്പനെ അനുഗ്രഹിച്ചു. പിന്നീട് ചെല്ലപ്പൻ നാഗസ്വര വായനയിൽ പ്രശസ്തനായി തീർന്നു. അരുവിപ്പുറം ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തിന് പതിവായി നാഗസ്വര വായന നടത്തിക്കൊള്ളാമെന്ന് ചെല്ലപ്പൻ അന്നൊരു പ്രതിജ്ഞയും എടുത്തിരുന്നു. അതനുസരിച്ച് എല്ലാ കൊല്ലവും എത്തി നാഗസ്വര വായന നടത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെയിരിക്കെ ഒരു കൊല്ലം ആലുവായിലെ ശിവരാത്രി ഉത്സവത്തിന് നാഗസ്വരം വായിക്കുവാൻ ചെല്ലപ്പന് ക്ഷണം കിട്ടുകയുണ്ടായി. അതനുസരിച്ച് ചെല്ലപ്പൻ ആ കൊല്ലം അരുവിപ്പുറത്തേക്ക് പോകാതെ ആലുവായിലേക്ക് പുറപ്പെട്ടു. എന്നാൽ പകുതി ദൂരം എത്തിയപ്പോഴേക്കും ചെല്ലപ്പന് തലചുറ്റലും ക്ഷീണവും കലശലായി അനുഭവപ്പെട്ടു. തുടർന്ന് ഒട്ടും യാത്ര ചെയ്യാനാവാത്ത അവസ്ഥയുണ്ടായി. ഒടുവിൽ ആലുവ യാത്ര മുടക്കി വീട്ടിലേക്ക് തന്നെ മടക്കമായി. അരുവിപ്പുറത്തെ ശിവരാത്രി ഉത്സവത്തിന് നാഗസ്വര വായന നടത്തിക്കൊള്ളാമെന്ന പ്രതിജ്ഞ ലംഘിച്ചതുകൊണ്ടാണ് ആ അനുഭവം ഉണ്ടായതെന്ന് ചെല്ലപ്പന് തോന്നി. ആ കാരണത്താൽ ഒരു പരിഭ്രമം ഉണ്ടാവുകയും ചെയ്തു. പാരമ്പര്യമായി ബുദ്ധിഭ്രമം ബാധിക്കുന്ന ഒരു കുടുംബമായിരുന്നു ചെല്ലപ്പൻ്റേത്. അമ്മാവൻ മാടസ്വാമിയുടെ ബുദ്ധിഭ്രമം അകറ്റിയ ഗുരുദേവൻ്റെ ശാപം തനിക്കുണ്ടാവുമോ എന്ന് ചെല്ലപ്പൻ ഭയന്നു. അദ്ദേഹം താമസിയാതെ ഒരു കാറിൽ നേരെ അരുവിപ്പുറം ക്ഷേത്രത്തിലെത്തി. അന്നത്തെ പകൽ മുഴുവനും ക്ഷേത്രതന്നിയിൽ നിന്ന് നാഗസ്വരം വായിച്ചു. അതോടെ സകല ഭ്രമങ്ങളിൽ നിന്നും അയാൾ മുക്തനായി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ശരണം 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 തരണേ ശിവഗിരി ഗുരുദേവ, തവ തിരുപാദം ശരണം തേടും നടിയങ്ങൾ ഞങ്ങൾ. ശരണം 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 തരണേ ശിവഗിരി ഗുരുദേവ, തവ തിരുപാദം ശരണം തേടും നടിയങ്ങൾ ഞങ്ങൾ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 169 ഇരണിയൽ ചെല്ലപ്പൻ്റെ പ്രതിജ്ഞ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.